ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിഷൻ വാത്സല്യ പദ്ധതിയിലും ആരോഗ്യ വകുപ്പിന് കീഴിലും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം മിഷൻ വാത്സല്യ പദ്ധതിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിൽ മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എറണാകുളം ചൈൽഡ് ഹെൽപ്പ് ലൈൻ, റെയിൽവേ ചൈൽഡ് ഹെൽപ്പ് ലൈൻ എന്നിവിടങ്ങളിലാണ് വിവിധ തസ്തികകളിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് എറണാകുളം ജില്ലക്കാരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ആദ്യം കൗൺസിലർ പോസ്റ്റാണ്. പ്രതിമാസ ഓണറേറിയം 23,000 രൂപയാണ് ലഭിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ കൗൺസിലിങ്ങിലുള്ള ബിരുദമാണ്. അല്ലെങ്കിൽ കൗൺസിലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള PG ഡിപ്ലോമ ഉണ്ടായിരിക്കണം. കൂടാതെ ഗവൺമെൻറ് അല്ലെങ്കിൽ NGOയിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും സ്ത്രീ ശിശു വികസന മേഖലയിലുള്ള അഭികാമ്യവും കമ്പ്യൂട്ടറുകളിൽ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. അടിയന്തര സഹായ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അടുത്തത് സൂപ്പർവൈസർ ചൈൽഡ് ലൈൻ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 ഒഴിവാണുള്ളത്. പ്രതിമാസ ഓണറേറിയം 21,000 രൂപയാണ് ലഭിക്കുക. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് സോഷ്യൽ സയൻസ് വർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലുള്ള BA ബിരുദം നേടിയിരിക്കണം. പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടറിൽ പ്രാവീണ്യം നേടുന്നതിനുള്ള വെയിറ്റേജ് എമർജൻസി ഹെൽപ്പ് ലൈനുകളിൽ പ്രവർത്തിച്ച പരിചയമുള്ള ഉദ്യോഗസ്ഥർക്ക് മുൻഗണന നൽകുന്നതാണ്. അടുത്തത് സൂപ്പർവൈസർ റെയിൽവേ ചൈൽഡ് ലൈൻ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 1 ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് സോഷ്യൽ സയൻസ് വർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലുള്ള BA ബിരുദമാണ്. പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടറിൽ പ്രാവീണ്യം നേടുന്നതിനുള്ള വെയിറ്റേജ് എമർജൻസി ഹെൽപ്പ് ലൈനുകളിൽ പ്രവർത്തിച്ച പരിചയമുള്ള ഉദ്യോഗസ്ഥർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷ ഒക്ടോബർ 3-നകം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, ഗ്രൗണ്ട് ഫ്ലോർ, A3 ബ്ലോക്ക്, സിവിൽ സ്റ്റേഷൻ, കാക്കനാട്, എറണാകുളം 682030 എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷകരുടെ എണ്ണം കൂടുതലാണെങ്കിൽ എഴുത്തു പരീക്ഷ നടത്തി ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂ നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അപേക്ഷകർക്ക് പ്രായം 2024 ജനുവരി 1-ന് 50 വയസ്സ് കഴിയാൻ പാടില്ല. അപൂർണവും വൈകി ലഭിക്കുന്നതുമായ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതായിരിക്കും. നിശ്ചിത മാതൃകയിലല്ലാത്ത അപേക്ഷ നിരസിക്കപ്പെടുന്നതാണ്. അപേക്ഷ ഫോം wcd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആരോഗ്യ വകുപ്പ് ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെൻറ്റർ കേരളയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ICMR റിസർച്ചിലേക്ക് പ്രോജക്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. സയൻസ്, ഹെൽത്ത്, സോഷ്യൽ സയൻസ് എന്നിവയിലുള്ള ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഇതര വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി 35 വയസ്സാണ്. അപേക്ഷകൾ സെപ്റ്റംബർ 30-ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.shsrc.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് എറണാകുളം ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിൻ്റെയും ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാമിലി പ്ലാനിംഗ് പ്രൊമോഷൻ ട്രസ്റ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലയിലെ എടക്കാട്ട് വയലിൽ പ്രവർത്തിക്കുന്ന തേജോമായ ആഫ്റ്റർ കെയർ ഹോമിലേക്ക് സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. യോഗ്യത സൈക്കോളജിയിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദാനന്തര ബിരുദമാണ്. ബയോഡേറ്റ അയക്കേണ്ട വിലാസം hr.kerala@hlfppt.org എന്ന മെയിലിലേക്കാണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 27 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്ലേസ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് അസോസിയേഷൻ ദിവസവേതനാടിസ്ഥാനത്തിൽ ഓഫീസ് അസിസ്റ്റൻറ്റിനെ നിയമിക്കുന്നുണ്ട്. യോഗ്യത കൊമേഴ്സ് അല്ലെങ്കിൽ ഇക്കണോമിക്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലുള്ള ബിരുദമാണ്. കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർ സെപ്റ്റംബർ 26-നകം www.gectcr.ac.in മുഖേന അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ വേങ്ങര വെങ്കുളത്ത് പ്രവർത്തിക്കുന്ന മലപ്പുറം ജവഹർ നവോദയ വിദ്യാലയത്തിൽ മേട്രൺ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്.
കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. അപേക്ഷകർ 35 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരും 10ാം ക്ലാസ് പാസ്സായവരുമായിരിക്കണം. യോഗ്യരായവർക്കായി സെപ്റ്റംബർ 26 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയത്ത് കൂടിക്കാഴ്ച നടത്തുന്നതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ഫോട്ടോയുമായി അന്നേ ദിവസം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.